പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ വീണ്ടും കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ സ്തോത്രം ഭാഗവാക്കാകുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരും തിരുവചനം നിത്യേന സംസാരിക്കുന്നവരുമായ എല്ലാ ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം ആർ എന്ന വിഷയമാണ് ഞാൻ സംസാരിച്ചത്. ഇന്നും അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ദൈവമാർ എന്ന വിഷയത്തിൻ്റെ പാർട്ട് 2 ഞാൻ നിങ്ങളുമായിട്ട് സ്തോത്രം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് കർത്താവിൻ്റെ വലിയ കൃപ എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. ഇത് അന്ത്യനാളുകളാണ്. കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ യഥോചിതം സംസാരിക്കുവാനും അത് ഗ്രഹിക്കുവാനും അതിനനുസരണമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായി തീരണമെന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ ലോകവ്യാപകമായി കടന്നു വന്ന് അനേക പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ ആത്മീയ അവസ്ഥയിൽ നിന്നും പിന്തിരിപ്പിച്ച് അപമാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്ന നിലയിലുള്ളതായ ഉപദേശങ്ങൾ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശത്രു അതീവ ജാഗ്രതയോടെ അതിശക്തിയോടെ തിരുവചന സത്യങ്ങൾക്കെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം പഠിക്കുന്ന ഏതൊരു പഠിതാവിനും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് നാം എപ്പോഴും പൂർണ്ണമായിട്ടുള്ള പരിശോധനയുള്ളവരായിരിക്കണം. ദൈവവചനവുമായിട്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയും വചനത്തിൻ്റെ സത്യങ്ങൾ സത്യമായി തന്നെ പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്ന് സ്തോത്രം ആഗ്രഹിക്കുന്നു. ദൈവമാർ എന്ന ചോദ്യത്തിന് ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സമ്പൂർണ്ണ വിശുദ്ധിയിൽ വസിക്കുന്നവനുമായ ഏക സത്യദൈവമാണ് എന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ആ ദൈവം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ യഹോവയായും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവായും വെളിപ്പെട്ട ദൈവമാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. വീണ്ടും നാം പഠിക്കുന്നത് സർവശക്തനായ ഒരു ദൈവത്തിന് മാത്രമേ സകലവും സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്.
ആ സൃഷ്ടാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്ന് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുമായി ശോധന ചെയ്യുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. സൃഷ്ടിപ്പിൻ പ്രവർത്തനങ്ങളുടെ ആരംഭത്തെയാണ് ഇവിടെ ആദി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം ഉണ്ടായതല്ല, ആരും ഉണ്ടാക്കിയതുമല്ല, ദൈവം ഉണ്ടായിരുന്നതാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ദൈവങ്ങളെ മനുഷ്യൻ ഉണ്ടാക്കി അതൊരു വ്യവസായമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ നാം സേവിക്കുന്നവനായ സത്യദൈവം എങ്ങനെയുള്ളവൻ എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മുൻപോട്ട് കടന്നു പോകുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. നമ്മുടെ ദൈവം ആരും ഉണ്ടാക്കിയതോ ഉണ്ടായി വന്നതോ അല്ല, അവൻ ഉണ്ടായിരുന്നതാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ദൈവം ആരംഭമില്ലാത്തവനും അവസാനമില്ലാത്തവനുമായി അനന്യനായി അഥവാ നിത്യതയിൽ നിലകൊള്ളുന്നവനാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. നാം സേവിക്കുന്നവനായ, നാം വിശ്വസിക്കുന്നവനായ നമ്മുടെ ദൈവം നിത്യനാണ്. അവൻ ആരംഭമില്ല, അവൻ അവസാനവുമില്ല. അവൻ നിത്യനായി അനന്യനായി എന്നും നിലകൊള്ളുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന അഭക്തരായ അനീതിക്കാരായ മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു എന്നിവിടെ കാണുവാൻ കഴിയുകയാണ്. സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സത്യവിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങളും പഠിപ്പിക്കലുകളുമായിട്ട് അനേക പ്രിയപ്പെട്ട ആത്മാക്കളെ തകർത്ത് കളയുന്ന നിലയിലുള്ളതായ സംവിധാനങ്ങൾ ഇന്ന് ലോകവ്യാപകമായിട്ട് സ്തോത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകം സംഘടനകൾ, അനേകം പ്രിയപ്പെട്ടവർ ഞങ്ങൾ യഥാർത്ഥമായി സത്യം പ്രസംഗിക്കുന്നവരാണ്, സത്യം ഉപദേശിക്കുന്നവരാണ് എന്ന വ്യാജേന ഭൗതികമായിട്ടുള്ള പലവിധ നേട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സ്തോത്രം പലവിധമാകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയും മനുഷ്യനെ അതിൽ ആകൃഷ്ടരാക്കി അത്തരത്തിലുള്ളതായ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മാക്കളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ആത്മാക്കളുടെ രക്ഷയെ തകർത്ത് കളയുന്ന തരത്തിലുള്ളതായ അനീതി കൊണ്ട് സത്യോപദേശത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നിരസിച്ചു കളയുന്ന അഭക്തരായ അനീതിക്കാരായ മനുഷ്യരുടെ നേരെ
ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 19-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടുന്നത് പോലെ അറിയുവാൻ സ്തോത്രം ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അതിൻ്റെ 20-ാമത്തെ വാക്യഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ കാരണം അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്ന് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തെക്കുറിച്ച് ദൈവം അതിൻ്റെ ശരിയായിട്ടുള്ള നിലയിൽ വെളിപ്പാടുകൾ ലോകത്തിന് നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നതായ അഭക്തരായ മനുഷ്യരുടെ അനീതിക്കും ഭക്തികേടിനും തക്കവണ്ണമുള്ളതായ ദൈവകോപം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു എന്നുള്ളതായ വസ്തുത ലോകം തിരിച്ചറിയേണ്ടതിനു വേണ്ടി ദൈവം സ്തോത്രം ഈ കാര്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ലോകത്തിലുള്ള സകല സൃഷ്ടികളും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായി പഠിക്കുവാൻ കഴിയുന്നു. ഒരേ സൃഷ്ടാവ് മാത്രമാണുള്ളത് എന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ലോകത്തിൽ കാണുന്ന സകല സൃഷ്ടികളും ഒരേ ഒരു ദൈവത്തിൻ്റെ കരവിരുതാണ്, സ്തോത്രം, സൃഷ്ടിയാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ഒരേ സൃഷ്ടാവ് മാത്രമാണ് നമുക്കുള്ളത് എന്നും വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 6 ദിവസം കൊണ്ട് അവൻ സകലവും സൃഷ്ടിച്ചു, 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അതുകൊണ്ട് അവൻ്റെ സൃഷ്ടികളാകുന്ന മനുഷ്യനും 6 ദിവസം കൊണ്ട് തൻ്റെ വേലയൊക്കെയും ചെയ്യുകയും 7-ാം ദിവസം സ്വസ്ഥനായിരുന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പം 6 ദിവസം തൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനുള്ളതായ അവസരമുണ്ട്. 7-ാമത്തെ ദിവസം സ്വസ്ഥനായിരിക്കണം. എവിടെങ്കിലും വെറുതെ അങ്ങിരിക്കുക എന്നുള്ളതല്ല, അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗം എങ്ങനെ നമ്മൾ വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. സ്തോത്രം. വെളിപ്പാടിൻ്റെയും ആത്മനിശ്വാസ്യതയുടെയും ഉണ്ടായിട്ടുള്ള തിരുവെഴുത്തുകൾ ഗ്രഹിക്കുവാൻ ആത്മാവിൻ്റെ പ്രകാശനം ആവശ്യമാകുന്നു എന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവനിശ്വാസ്യത എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ശ്വസിക്കപ്പെട്ടത് അഥവാ ദൈവം സംസാരിക്കപ്പെട്ടത് എന്നാണ് നാം വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്, ദൈവം സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഉപദേശവും ശാസനവും ഗുണീകരണവും ഒക്കെ നൽകി അവനെ നീതിയിൽ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഓരോ ദൈവ പൈതലും ഉപദേശം സ്വീകരിക്കണം,
ശാസന കേൾക്കണം, ഗുണീകരണത്തിൽ തങ്ങളെ തന്നെ അഭ്യസിപ്പിക്കണം, ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നിലനിൽക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്. സ്തോത്രം. അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്. കാരണം ദൈവം നൽകിയത് എന്താണെന്ന് നാം അറിയാനായി ദൈവത്തിൽ നിന്നുള്ളതായ ആത്മാവിനെയാണ് പ്രാപിച്ചത് എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവിക കാര്യങ്ങൾ അറിയേണ്ടും പോലെ അറിയുവാനായിട്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിട്ടുള്ളത് എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർ ദൈവാത്മാവിനെ സംബന്ധിച്ചും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമാകുന്ന നിലകളിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അത് ദൈവം മുൻകൂട്ടി സംസാരിച്ചിട്ടുള്ളതായ കാര്യങ്ങൾക്ക് അനുസരണമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില ന്യായവാദങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് സത്യത്തിൽ നടത്തുന്ന ആത്മാവാണ്. സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. സത്യം അനുസരിക്കുവാൻ പഠിപ്പിക്കുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്, അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരല്ല ദൈവാത്മാവിനെ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ. ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ അത് പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയ വർധന വരുത്തുന്ന ഒരു ഉപദേശമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീയരായ പ്രിയപ്പെട്ടവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യന് സ്വയം മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ദൈവം അതിൻ്റെ മറനീക്കി കൊടുക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. സ്തോത്രം. മനുഷ്യന് സ്വയമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ. അത് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ദൈവം അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രമില്ല എങ്കിൽ അവർക്കതിൻ്റെ ശരിയായിട്ടുള്ള ആശയം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യെരൂശലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വന്ന ഷണ്ണൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നുവല്ലോ.
എന്നാൽ കർത്താവിൻ്റെ ദാസനായ ഫിലിപ്പോസിനെ ഷണ്ഡന്റെ അടുക്കലേക്ക് കർത്താവ് അയച്ചു. അതിന്റെ കാരണം ഷണ്ഡൻ വായിക്കുന്നുണ്ട് എങ്കിലും അത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. അത് ഷണ്ഡന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് ഫിലിപ്പോസിനെ ഷണ്ഡന്റെ അടുക്കലേക്ക് അയച്ചത്. തേരിനോട് ചേർന്ന് നടക്കുവാനുള്ളതായ ദൈവകൽപ്പനയനുസരിച്ച് തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ ഷണ്ഡനോട് ഫിലിപ്പോസ് ചോദിച്ചത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? സ്തോത്രം. അതിന് മറുപടിയായി ഷണ്ഡൻ പറഞ്ഞത്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും എന്നാണ്. അപ്പൊ ഏത് വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നാലും ലോകപരിചയമുള്ള ആളുകളായിരുന്നാലും മാനുഷികമായിട്ടുള്ള ഏതെല്ലാം ജ്ഞാനം ഉപദേശിക്കുന്ന വ്യക്തിയായിരുന്നാലും ദൈവാത്മാവിൻ്റെ വിഷയങ്ങൾ അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവാത്മാവിനാൽ സ്തോത്രം അതിൻ്റെ പൊരുൾ ലഭിക്കപ്പെട്ടതായ ദൈവാത്മാവ് നിറയപ്പെട്ടതായ ദൈവദാസന്മാർ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു എങ്കിൽ മാത്രമേ ഒരുവന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വ്യവസ്ഥയ്ക്കൊത്തവണ്ണമാണ് ദൈവം കാര്യങ്ങളെ വെളിവാക്കി കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. ദൈവം മാറ്റമില്ലാത്തവനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാകയാൽ തൻ്റെ ഉദ്ദേശങ്ങളോ നിർണയങ്ങളോ മാറ്റാവതല്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ നിർണയങ്ങൾ കാലത്തിന് അതീതമാകുന്നു. കാലത്തിൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി അവന് ഒരുപോലെയാകുന്നു എന്നും അവനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നു. സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തു ആകുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അത് യഹോവയായ ദൈവത്തെ സംബന്ധിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സകലവും സൃഷ്ടിച്ചവൻ യേശു ക്രിസ്തു ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനും സകലവും നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഇത് 24 മൂപ്പന്മാരെ സംബന്ധിച്ചുള്ളതായ ഒരു വിവരണമാണ് അതിന് മുകളിൽ കാണുവാൻ കഴിയുന്നത്. 24 മൂപ്പന്മാർ കിരീടധാരികളായി 24 സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവം സ്തോത്രം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. 24 മൂപ്പന്മാരെന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരായ 12 പേരും ആകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുമായിരിക്കുന്ന
ഗോത്രപിതാക്കന്മാരും അപ്പോസ്തലന്മാരും ഒരുപോലെ സിംഹാസനത്തിലിരിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെ തങ്ങളുടെ തലയിലുള്ളതായ കിരീടം നിലത്തിട്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്, കർത്താവേ, നീയാണ് സകലവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടുമെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും സ്തോത്രം ഒരുമിച്ച് സംയുക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവാണ് സകലതും സൃഷ്ടിച്ചത് എന്ന് രേഖപ്പെടുത്തുമ്പോൾ രണ്ട് സൃഷ്ടാവ് ഇല്ല എന്നുള്ളതായ വസ്തുത നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, ഒരുവൻ മാത്രമാണ് സകലവും സൃഷ്ടിച്ചവനെന്ന് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവാണ് സകലവും സൃഷ്ടിച്ചത് എന്നും സകലവും കർത്താവിൻ്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതാണെന്നും അതുകൊണ്ട് സകല മാനത്തിനും മഹത്വത്തിനും ബഹുമാനത്തിനും അവൻ തന്നെയാണ് യോഗ്യനായിരിക്കുന്നവൻ എന്ന് പറയുകയാണ് ഈ 24 മൂപ്പന്മാർ. സർവശക്തനായ ഒരു ദൈവത്തിന് മാത്രമേ സൃഷ്ടിപ്പൻ പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ സൃഷ്ടാവ് യേശു ക്രിസ്തു ആണെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഇത് യഹോവയായ ദൈവം പറഞ്ഞതാണ്. അപ്പോ യഹോവയായ ദൈവം തൻ്റെ മഹത്വവും സ്തുതിയും മറ്റൊരുവന് വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ 24 മൂപ്പന്മാരും കൂടെ സംയുക്തമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ തങ്ങളുടെ കിരീടങ്ങളെ വെച്ചുകൊണ്ട് നീയാണ് സകല മഹത്വത്തിനും മാനത്തിനും ബഹുമാനത്തിനും യോഗ്യനായവൻ എന്ന് വിളിച്ചു പറയുമ്പോൾ സ്തോത്രം, ഈ സ്തോത്രം സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ അഥവാ ഈ മാനം ലഭിക്കുവാൻ സ്തോത്രം എത്ര ദൈവങ്ങളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം പഠിക്കേണ്ടതും ആവശ്യമാണ്. സ്തോത്രം, മനുഷ്യൻ എല്ലാ കാലങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ എവിടെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു എന്ന് യോബ് പറയുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എവിടെയാണ് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുന്നത്? അങ്ങനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തെങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ആർക്കും അകന്നിരിക്കുന്ന ദൈവമല്ല. എന്നാൽ പലപ്പോഴും ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ കാരണം നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് നിമിത്തമായിട്ടാണ് ദൈവം നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുവാൻ ഇടയായി തീരുന്നത്. നമ്മുടെ പ്രവൃത്തികളാൽ, നമ്മുടെ സ്വഭാവങ്ങളാൽ, നമ്മുടെ ചിന്തകളാലൊക്കെ നാം ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്നും അകന്നു പോകുമ്പോഴാണ് ദൈവം നമ്മിൽ നിന്നും അകന്നു പോകുന്നുവോ എന്നുള്ളതായ ആ ചിന്താഗതി ഓരോ മനുഷ്യർക്കും ഉണ്ടാകുവാൻ ഇടയാകുന്നത്. അല്ലാതെ ഒരിക്കലും ദൈവം നമ്മിൽ ഒരുവനിൽ നിന്നും അകന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. സകലവും സൃഷ്ടിച്ചവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നമ്മിൽ ആരിൽ നിന്നും അകന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്,
അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആത്മാവും അദൃശ്യനുമായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ് എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവനല്ലാതെ മറ്റൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ആത്മാവും അദൃശ്യനുമായ ആ ഏക സത്യ ദൈവത്തിന് ഒരാളത്വമുണ്ട്. അത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വർഗത്തിലുള്ളത് അവൻ സൃഷ്ടിച്ചതാണ്, ഭൂമിയിലുള്ളതും അവൻ്റെ സൃഷ്ടിയാണ്. ദൃശ്യമായതും അദൃശ്യമായതും നമുക്ക് കാണുവാൻ കഴിയുന്നതും കാണുവാൻ കഴിയാത്തതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരു കാര്യം, അതിൻ്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് സകലത്തിനും മുൻപേ ഉള്ളവൻ. അവൻ കാരണമാണ് സകലതും ഉണ്ടായത്. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. പിന്നീട് അതിൻ്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. സ്തോത്രം. കർത്താവ് തലയും സഭ ശരീരവുമായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സ്തോത്രം സഭ തലയായവൻ്റെ ആജ്ഞാനുവർത്തികളായി നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. അവൻ്റെ വചനങ്ങൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സ്തോത്രം ഒരിക്കലും ഒരു ദൈവ പൈതലിന് യോഗ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അനേകരും വ്യത്യസ്തമാകുന്ന നിലകളിലുള്ളതായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും ദൈവാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ സ്തോത്രം പരിപാലിക്കുവാൻ കഴിയാതെ മാനുഷികമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നതായ വ്യക്തി ജീവിതങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. സകലത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് നാം സേവിക്കുന്നവനായ യേശു ക്രിസ്തു. അവൻ നമുക്ക് നൽകിയിട്ടുള്ളതായ ഉപദേശങ്ങൾ നാം പാലിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവൻ നൽകിയിരിക്കുന്ന ഉപദേശം പെന്തക്കോസ്ത് നാളിലെ ഉപദേശമാണ്. പെന്തക്കോസ്ത് നാളിൽ സ്തോത്രം അവൻ നൽകിയിരിക്കുന്ന ഉപദേശം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടണം, പാപങ്ങൾ മോചിച്ച് കിട്ടേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയുമുള്ളൂ.
സ്തോത്രം. ഇന്ന് പലരും വ്യത്യസ്തമാകുന്ന രൂപത്തിലുള്ളതായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരായി കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ചിലർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യ വർഷം ഒരു ഇച്ചിരി കിട്ടി, രണ്ടാമത്തെ വർഷം ഒരു ഇച്ചിരിയും കൂടെ കിട്ടി, മൂന്നാമത്തെ വർഷം തികച്ചും കിട്ടി എന്നൊക്കെ അഭിപ്രായപ്പെടുന്നതായ ആളുകളുണ്ട്. അത്തരം ആളുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഇങ്ങനെയല്ല ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. സ്തോത്രം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ദാനമായി സൗജന്യമായി നൽകുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഒരു വർഷം കുറച്ച് കൊടുത്തിട്ട് പിറ്റേ വർഷം കുറച്ചും കൂടെ കൊടുത്ത് മൂന്നാമത്തെ വർഷം തികച്ചും കൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സ്തോത്രം ആത്മസമ്പൂർണനാണ്. അതുകൊണ്ട് വികലമായിട്ടുള്ള ഉപദേശങ്ങൾ പഠിക്കാതെ തന്നിൽ വസിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെതോ എന്ന് ശോധന ചെയ്തുകൊണ്ട് ദൈവവചനത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് മുൻപോട്ട് പോകുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണെന്ന് മനസ്സിലാക്കാം. ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് നിന്നുകൊണ്ട് ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരൊക്കെ പഠിപ്പിക്കുന്നത് വ്യാജമാണെന്നൊക്കെ പറഞ്ഞാൽ ദൈവവചനവുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് പഠിക്കണം. അല്ലാതെ തങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കുന്നത് ഉചിതമല്ല, ന്യായമല്ല, വിഹിതമല്ല എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിനുള്ള മറുപടി നമുക്ക് കാണുവാൻ കഴിയുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധന് ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് സംസാരിക്കുകയാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. സ്തോത്രം. അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഒരു കാര്യം ചെയ്യണം, നിന്നെ നീതീകരിക്കണം, നീതി മാത്രം ചെയ്യുവാൻ ഇഷ്ടപ്പെടണം. വിശുദ്ധനായിരിക്കുന്നവൻ കൂടുതൽ കൂടുതൽ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിനെ നോക്കി പാർക്കണം. പരിശുദ്ധനായ കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. സ്തോത്രം. ഞാൻ സ്വയം നീതീകരിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾക്ക് ഒത്തവണ്ണമുള്ളതായ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. സ്തോത്രം. എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ കർത്താവാണ്. അവൻ നീതിമാനാണെന്ന് പ്രഖ്യാപിക്കുവാനിടയായി തീർന്നാൽ മാത്രമേ ഞാൻ നീതിമാനായി തീരുകയുള്ളൂ. ഞാൻ നീതിമാനാണെന്ന് ഞാൻ സ്വയം വെളിപ്പെടുത്തുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. സ്തോത്രം. ഞാനാണ് ആദ്യൻ, ഞാനാണ് അന്ത്യൻ, ഒടുക്കത്തവൻ. സ്തോത്രം. ഞാൻ മാറാത്തവനായ ദൈവമാണ്, ഞാനല്ലാതെ വേറൊരുത്തനുമില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്തോത്രം. വേദപുസ്തകത്തിന്റെ ആദിയോടന്തം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യർക്ക് ആത്മരക്ഷ നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം.
പഴയ നിയമത്തിൽ കാണുന്ന ഒരേ ഒരു രക്ഷകൻ യഹോവയായ ദൈവമാണ്. ആ ദൈവമല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല, എനിക്ക് മുൻപേ ഒരു രക്ഷിതാവില്ല, എനിക്ക് ശേഷം ഒരു രക്ഷിതാവ് ഉണ്ടാവുകയുമില്ല എന്ന് ആ ഏകരക്ഷകനായിരിക്കുന്ന യഹോവയായ ദൈവം വളരെ വ്യക്തമായിട്ട് പ്രവചന പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട അതേ നാമം തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്കും വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഏക രക്ഷാനാമം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ സകലവും സൃഷ്ടിച്ച യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ സകലവും സൃഷ്ടിച്ച സർവശക്തനായ കർത്താവായ ദൈവം അഥവാ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പുലമ്പിക്കൊണ്ട് സ്തോത്രം ഞങ്ങളും ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്, പെന്തക്കോസ്തുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം മുൻപോട്ട് പോകുന്നത് അപകടകരമാണ്. തിരുവചനം നമുക്ക് എന്ത് നിർദ്ദേശം നൽകുന്നുവോ അതനുസരിക്കുവാൻ നാം തയ്യാറാകണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയെ അനുസരിച്ച് വേണം മുൻപോട്ട് പോകാൻ. സ്തോത്രം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഉപദേശം പെരുപ്പിച്ചുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ ജീവിതം മുൻപോട്ട് നയിച്ചാൽ ചെന്നെത്തുന്ന സ്ഥാനം പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ തീപ്പൊയ്കയിലേക്കാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് ഒത്തവണ്ണമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനോടും അവൻ്റെ വിശുദ്ധന്മാരോടും ഒരുമിച്ച് നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സകലരും മാനസാന്തരപ്പെട്ടുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഞാൻ സ്നാനമേറ്റു, എനിക്ക് ആത്മാവ് വന്നു എന്നൊക്കെ പറയാതെ മാനസാന്തരപ്പെട്ടവനാണോ എന്ന് സ്വയം ശോധന ചെയ്യുക. സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വിശ്വസ്തമായി നിൽക്കുക. മറ്റൊരുത്തനിൽ രക്ഷയില്ല. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അന്ത്യനാളുകളിൽ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം നിങ്ങളോട് തിരുവചനത്തിൻ്റെ സത്യം സംസാരിക്കുന്നു. ഇനിയും ദൈവം അനുവദിച്ചാൽ സ്തോത്രം ഇതേക്കുറിച്ച് തന്നെ പല കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അത് സംസാരിക്കും. ദൈവം അതിനായിട്ട് ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നീ വൈകിയ സമയത്ത് ഞാൻ എൻ്റെ സ്തോത്രം സംസാരത്തെ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടി ഈ സമയത്തെ വേർതിരിച്ച് തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും എൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നാഥനെ സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനവുമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ നീ കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം. ബലപ്പെടുത്തിയായിട്ട് കർത്താവെ ശക്തീകരിക്കണം. തിരുഹിതത്തിനായിട്ട് നീ അടിയനെ ഒരുക്കിക്കൊള്ളുമാറാകണം. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യതയിൽ പങ്കാളികളാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥന നീ കേട്ടത് കൊണ്ട് സ്തോത്രം. ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിന്റെ സന്നിധിയിൽ തല നിവർത്തി നിൽക്കുവാൻ യോഗ്യരായിരിക്കേണ്ടതിന് കർത്താവ് സഹായിച്ചു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. മഹത്വപരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം.